RSS നേതാക്കൾ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്ന പരാതിയുമായി RSS പ്രാദേശിക നേതാവ് രംഗത്ത്. കലയം സ്വദേശിയും കടക്കാവൂർ കാര്യവാഹകുമായ വിഷ്ണുവാണ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെ കേസിൽ കുടുക്കാനും ശ്രമം നടത്തിയതായി വിഷ്ണു വെളിപ്പെടുത്തുന്നു. ഡിസംബർ 15 മുതൽ ജനുവരി 22 വരെ RSS ഓഫീസുകളിലും വീടുകളുമായി തടങ്കലിൽ പാർപ്പിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നുമാണ് വിഷ്ണുവിന്റെ പരാതി. RSS സഹപ്രാന്ത പ്രചാരക് സുദർശൻ, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. ഫസൽ വധക്കേസ് പ്രതി ഷിനോജിനെയും ധൻരാജ് വധക്കേസ് പ്രതി കണ്ണനെയും ഒറ്റുകൊടുത്തു എന്നാരോപിച്ചാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നും വിഷ്ണു പറയുന്നു. എനിക്ക് സംശയമുണ്ട്, കൈ പുറകിലിട്ടപ്പോൾ വണ്ടിയുടെ പുറകിൽ വാളുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പായി എന്തായാലും എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നതാണ്. തിരുവനന്തപുരത്ത് പടിഞ്ഞാറ് നടയിൽ പത്മനാഭ സ്വാമിക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ RSSന്റെ വിഭാഗ കാര്യാലയത്തിൽ കൊണ്ടുചെന്നിട്ട് അപ്പം അത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാക്കി ഇയാൾ ഒന്ന് ഈ സജു BJPയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജുവിന്റെ നേതൃത്വത്തിൽ ഒരു 5 പേര് എനിക്ക് കണ്ടറിയാൻ ബാക്കിയുള്ളൊരു പേരാണ് ഇവിടെ. അവരെല്ലാം കൂടെ ചെന്നിട്ട് വളഞ്ഞ് മുതു ഇങ്ങനെ താത്ത് വെച്ചിട്ട് മുതുവിലും നെഞ്ചത്തൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇടിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പിടിച്ച് തള്ളലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരാളെ നഖവും കയറി ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. തന്നെ കൊലപ്പെടുത്തിയ ശേഷം അതിന് ഉത്തരവാദി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണെന്ന് വരുത്തി തീർക്കാൻ RSS നേതാക്കൾ ശ്രമിച്ചതായും വിഷ്ണു ആരോപിക്കുന്നു. അവൻ പറഞ്ഞു, നിനക്ക് ജീവിക്കണമെന്ന് ചോദിച്ചു. അവൻ എനിക്ക് ജീവിക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംഘം പറയും പോലെ കേൾക്കണം. ഇപ്പോൾ ഒരു പേനയും പേപ്പറും തരും, ഇവർ പറയും പോലെ അത് പകർത്തി എഴുതിയിട്ട് അവരെ കൊടുക്കുക, ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. ഈ ആറ്റിങ്ങിൽ ഈ പ്രാദേശിക വിഷയങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുകയും കണ്ണനെ പോലീസിന് പിടിപ്പിക്കാൻ ശ്രമിക്കുകയും അതേപോലെ ഫസലിനെ വധക്കേസിലെ പ്രതിയെ ഷിനോജിനെ പോലീസിന് ജയരാജന് ഒറ്റിക്കൊടുക്കുകയും ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4-5 പേപ്പർ എന്നെ കൊണ്ട് എഴുതി വാങ്ങി. വിഷ്ണുവിന്റെ വെളിപ്പെടുത്തലിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്ന് P ജയരാജൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അന്യായമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലിനും മർദ്ദനത്തിനും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയമായിട്ട് എതിരാളികളെ കുരുക്കിൽപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവർക്കെതിരായ നിയമ നടപടിയാണ് ആവശ്യം. സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. RSS തടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ CPM നേതാക്കളാണ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം.